ഇത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. 2020 പൊതു തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് UDF അധികാരത്തിലേറിയ ഒരു പഞ്ചായത്താണ് ചുങ്കത്തറ പഞ്ചായത്ത്. ഈ ചുങ്കത്തറ പഞ്ചായത്തിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഐക്യ ജനാധിപത്യത്തിനുടെ കയ്യിൽ നിന്ന് അധികാരം പിടിച്ചെടുത്ത ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് ഏതൊരു കൈകളാലാണ് ഈ അട്ടിമറി നടന്നതെങ്കിൽ ആ കൈകളാൽ തന്നെ അട്ടിമറി തിരിച്ചു നടത്തിക്കൊണ്ട് തീർച്ചയായും ഈ ഭരണം നമ്മൾ ഇല്ലാതെയാക്കിയിരിക്കുന്നു. UDFന് അജയ്യമായ വിജയമുണ്ടായിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം വളരെ കൃത്യമാണ്, ഒരു സംശയ കാര്യത്തിലില്ല. കാരണം PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം PV അൻവർ UDFിലെ അംഗമല്ല, UDFിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ മാനവികതയ്ക്ക് വേണ്ടി, മനുഷ്യത്വത്തിന് വേണ്ടി ഞങ്ങൾ എന്നും നിലകൊണ്ടിട്ടുള്ള പ്രസ്ഥാനമാണ് UDF. PV അൻവറിനെ ഇതിൻ്റെ പേരിൽ വേട്ടയാടി കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഈ PV അൻവറിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം UDF ഏറ്റെടുക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഇത് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കൃത്യമായ സെമി ഫൈനലാണ്. നേരത്തെ ഇവിടെ ജോയ് സൂചിപ്പിച്ചു, 301 വോട്ടുകളാണ് കരുളായി പഞ്ചായത്തിൽ നിന്ന് 301 വോട്ടുകളാണ് ഇടതുപക്ഷത്തിന് ആകെ കിട്ടിയത്. ഞങ്ങൾക്ക് ലഭിച്ച ഭൂരിപക്ഷം 397. ഞങ്ങൾക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിനടുത്തുപോലും സ്വന്തം വോട്ട് നേടാൻ പോലും കഴിയാത്ത ഒരു മുന്നണിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂരിൽ മാറിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. ഒരു സംശയം വേണ്ട, ഈ നിലമ്പൂരിലെ മറ്റു പഞ്ചായത്തുകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചു പിടിച്ചുകൊണ്ട് അജയ്യ ശക്തിയാണ് UDF എന്ന് വീണ്ടും തെളിയിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്നാണ് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ളത്.